ഇന്നൊരു നിർണായകമായ രാഷ്ട്രീയ സന്ധിയിലാണ്. വികസനത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും വാചാലരാകേണ്ട ഭരണാധികാരികൾ ഇന്ന് പൂട്ടും താക്കോലും തപ്പുന്ന തിരക്കിലാണ്. അതെ, മന്ത്രി വി ശിവൻകുട്ടിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന നിങ്ങൾ കേട്ട് കാണും. നേമത്തെ BJP അക്കൗണ്ട് തുറക്കില്ലെന്നും അവിടെ താൻ ഇരട്ടത്താഴിട്ട് പൂട്ടിയെന്നുമാണ് മന്ത്രിയുടെ അവകാശം. പക്ഷേ മന്ത്രി അറിയാത്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു സത്യമുണ്ട്. ആ പൂട്ടുകളുടെ താക്കോൽ ഇരിക്കുന്നത് AKG സെന്ററിലല്ല, മറിച്ച് രാജ്യവിരുദ്ധത മുഖമുദ്രയാക്കിയ SDPI പോലെയുള്ള സംഘടനകളുടെ കൈവശമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറും ഒരു മണ്ഡലത്തിലെ രാഷ്ട്രീയമല്ല. ഇത് ഭാരതത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നവർക്ക് ഓശാന പാടുന്ന ഒരു സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ്. ആറ്റുകാലമ്മയുടെ മണ്ണിൽ ഭക്തരെ ദ്രോഹിച്ചും തീവ്രവാദ നിലപാടുള്ളവരെ പ്രീണിപ്പിച്ചും അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്തെ കുറിച്ചാണ്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാകണം. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തുവിടുന്നത്. LDFും UDFും എങ്ങനെയാണ് ഇരുട്ടത്ത് കൈകോർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയും SDPIയും എങ്ങനെയാണ് ഈ രണ്ട് മുന്നണികളെയും നിയന്ത്രിക്കുന്നത്? നേമത്തെ ജനങ്ങൾ എങ്ങനെയാകും ഈ തുരുമ്പിച്ച പൂട്ടുകൾ തകർത്ത് തരിപ്പണമാക്കുക? നമുക്ക് വിശദമായി പരിശോധിക്കാം. മന്ത്രി വി ശിവൻകുട്ടി ഒരു പ്രസ്താവന നടത്തുമ്പോൾ കേരളം ചിരിക്കാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ പലപ്പോഴും ജനഹിതത്തിന് വിരുദ്ധമായിരുന്നു എന്നതാണ് ചരിത്രം. കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം നടത്തിയ വീരവാദങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. ഫലം വന്നപ്പോ എന്തായി? ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ മറുപടി കൃത്യമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നു നേമം പൂട്ടി എന്ന്. എന്താണ് ഈ പൂട്ട്? നേമത്തെ ജനങ്ങളുടെ വികസന മോഹങ്ങളെ പൂട്ടി വെക്കുക എന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ 5 വർഷമായി നേമത്ത് എന്ത് വികസനമാണ് നടന്നത്? ഒരു MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും നേമത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് സാധിച്ചത്? യഥാർത്ഥത്തിൽ വി ശിവൻകുട്ടിയുടെ ഈ ആത്മവിശ്വാസം വരുന്നത് ജനങ്ങളുടെ പിന്തുണയിൽ നിന്നല്ല, മറിച്ച് വർഗീയ സംഘടനകളുമായിട്ടുള്ള രഹസ്യ ധാരണയിൽ നിന്നാണ്. നേമത്ത് കഴിഞ്ഞ തവണ അദ്ദേഹം വിജയിച്ചപ്പോ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തത് CPM ആയിരുന്നില്ല, മറിച്ച് SDPI ആയിരുന്നു. സോഷ്യൽ മീഡിയയിൽ അവർ നടത്തിയ പോസ്റ്റുകൾ ഇന്നും ലഭ്യമാണ്. ഞങ്ങൾ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ശിവൻകുട്ടി ജയിച്ചത് എന്നതായിരുന്നു അവരുടെ പരസ്യമായ നിലപാട്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു സംഘടനയുടെ പിന്തുണയോടെ ജയിച്ചു വന്നിട്ട് മതേതരത്തെ കുറിച്ച് സംസാരിക്കാൻ മന്ത്രിക്ക് എന്ത് അർഹതയാണുള്ളത്? തിരുവനന്തപുരത്തുകാർക്ക്, പ്രത്യേകിച്ചും നേമത്തുകാർക്ക് ആറ്റുകാൽ ഭഗവതി വെറും ഒരു ദൈവമല്ല, അതൊരു വികാരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സംഗമം നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു ചരിത്രം ഈ സർക്കാരിനുണ്ട്. ഇങ്ങനെ പല ചരിത്രം ഇവർക്കുണ്ട്. ഞാനിപ്പോ നേമത്തേക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. പൊങ്കാല പ്രമാണിച്ച് ഭക്തർക്ക് കുടിവെള്ളം നൽകുന്ന പൈപ്പുകൾ മനഃപൂർവ്വം അടച്ചു വെച്ചു എന്ന പരാതികൾ നമ്മൾ കേട്ടു. ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വരുത്തിയത്. ഇതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോ അതിനെ പരിഹസിക്കാനാണ് മന്ത്രിയും കൂട്ടരും ശ്രമിച്ചത്. ശബരിമലയിലെ അയ്യപ്പ ഭക്തരെ വേട്ടയാടി അതേ മനസ്ഥിതി തന്നെയാണ് ഇവിടെയും പ്രകടമായത്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കുക എന്ന അജണ്ടയുടെ ഭാഗമാണ് ഇതെല്ലാം. വിശ്വാസികളെ കൈകാര്യം ചെയ്യാമെന്ന് കരുതുന്നവർ ഓർക്കുക, നേമത്തെ ജനങ്ങൾ ഇത് മറന്നിട്ടില്ല. വോട്ട് യന്ത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി ദാഹിച്ച ആ ഭക്തരുടെ മുഖം ഓരോ നേമത്തുകാരന്റെയും മനസ്സിലുണ്ടാകും. അന്നെല്ലാം BJP മാത്രമാണ് ഇവർക്ക് വേണ്ടി ഉണ്ടായത്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി പരമ്പരകളിലൂടെയാണ് ഈ സർക്കാർ കടന്നു പോകുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം ഇന്ന് കേരളത്തിലെ ഓരോ വീടിന്റെയും ഉമ്മറത്ത് ചർച്ചയാവുകയാണ്. ഒരു സേവനവും നൽകാതെ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റുന്ന ഈ രീതിയെ ന്യായീകരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിക്ക് വലിയ ആവേശമാണ്. എന്തിനാണ് ഈ പണം വാങ്ങിയത്? ആർക്ക് വേണ്ടിയാണ് ഈ ഇടപാടുകൾ നടത്തിയത്? കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ വിറയ്ക്കുന്നത് എന്തിനാണ്? ഇത് ആദ്യമായിട്ടൊന്നല്ല. സ്വർണ്ണക്കടത്ത് മുതൽ ലൈഫ് മിഷൻ വരെ നീളുന്ന വലിയൊരു അഴിമതി ശൃംഖലയുടെ ഭാഗമാണ് ഈ ഭരണകൂടം. നേമത്തെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്നവർ അഴിമതിയെക്കുറിച്ച് മിണ്ടാൻ ഭയപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ LDFും UDFും ഈ കാര്യത്തിലെല്ലാം ഒറ്റക്കെട്ടാണ്. ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി. ഇവിടെയാണ് പ്രതിപക്ഷത്തിന്റെ പങ്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ അതിലേക്ക് വരികയാണ്. നിയമസഭയിൽ ഈ അഴിമതികൾക്കെതിരെ ശബ്ദമുയർത്തേണ്ട UDF പലപ്പോഴും മൗനം പാലിക്കാറുണ്ട്. എന്തുകൊണ്ട്? കാരണം മാസപ്പടി ലിസ്റ്റിൽ അവരുടെ നേതാക്കളുടെ പേരും ഉണ്ടെന്നത് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇടതും വലതും രണ്ടല്ല ഒന്നാണെന്ന്. മലയാളികൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിയമസഭയിൽ പരസ്പരം ചീത്ത വിളിക്കുന്ന LDFും UDFും ഡൽഹിയിൽ ചെന്നാൽ ഒരേ തളികയിൽ ഉണ്ണുന്നവരാണ്. ഇന്ത്യ മുന്നണി എന്ന പേരിൽ അവർ അവിടെ ഒന്നിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഒക്കെ തമ്മിൽ അവിടെ എന്ത് പോരാട്ടമാണ് ഉള്ളത്? ഇവിടെ കേരളത്തിൽ അവർ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. നേമത്തെ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് വോട്ട് മറിച്ചു എന്ന് കഴിഞ്ഞ തവണ തെളിഞ്ഞതാണ്. ഇത്തവണയും അതിനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. നാണമില്ലല്ലോ. അത് പിന്നെ നാണം എന്താന്ന് അവരുടെ ഡിക്ഷണറിയിലേ ഇല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും ഓഫീസുകളിൽ രാത്രികാലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നത് വോട്ടിന് വേണ്ടിയാണ്.
ജമാഅത്തെ ഇസ്ലാമി ഒരു വശത്ത് UDF-നെ പിന്തുണയ്ക്കുമ്പോൾ മറുവശത്ത് LDF അവരെ പ്രീണിപ്പിക്കുന്നു. ഈ ജമാഅത്തി പ്രീണനം ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് എത്രത്തോളം വലിയ ഭീഷണിയാണെന്ന് നമുക്കറിയാം. എന്നിട്ടും അധികാരത്തിന് വേണ്ടി ഈ രണ്ട് മുന്നണികളും ആർക്കും മുന്നിൽ മുട്ടുമടക്കുന്നു. ഇതിനെയാണ് രാഷ്ട്രീയ പാപ്പരത്തമെന്നും നിലവാരമില്ലായ്മ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിന് മാതൃകയായി വളരുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഡിജിറ്റൽ ഇന്ത്യയും ഇൻഫ്രാസ്ട്രക്ചർ വികസനവും വന്ദേ ഭാരത് ട്രെയിനുകളും ഒക്കെ രാജ്യത്തിന്റെ മുഖച്ഛായ മാറ്റിക്കഴിഞ്ഞു. എന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയാത്ത വിധം കടക്കണിയിൽ മുങ്ങിയ ഒരു സംസ്ഥാനം. വികസനത്തിന്റെ പേരിൽ കോടികൾ കടമെടുത്ത് ദൂർത്തടിക്കുന്ന സർക്കാർ. കേന്ദ്രം നൽകുന്ന പണം കൃത്യമായി വിനിയോഗിക്കാതെ എല്ലാത്തിനും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രി. നേമത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടതാണ്. റെയിൽവേ വികസനം മുതൽ ദേശീയപാത വികസനം വരെ. എന്നാൽ ഇതിനെയൊക്കെ തുരങ്കം വെക്കാനാണ് ഇവിടുത്തെ മന്ത്രിമാരും മുഖ്യനും എല്ലാം ശ്രമിക്കുന്നത്. ഭാരതത്തിന്റെ വികസന കുതിപ്പിൽ കേരളത്തെയും പങ്കാളിയാക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതിനെ പൂട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഇനി അധികാരം ജനങ്ങളുടെ കയ്യിലാണ്. ശിവൻകുട്ടിയുടെ തുരുമ്പിച്ച പൂട്ടും കൈവശം വെച്ചുകൊണ്ട് നേമത്തെ ജനങ്ങളെ ഇനിയും പറ്റിക്കാൻ കഴിയില്ല. നേമത്തെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം എന്താണ്, ആരാണ് ശരിയെന്നല്ല, ആരാണ് തങ്ങളെ ദ്രോഹിച്ചത് എന്ന്, ആരാണ് ശബരിമലയിലും ആറ്റുകാലിലും വിശ്വാസികളെ ചതച്ചത് എന്ന്, ആരാണ് തീവ്രവാദ സംഘടനകളുമായി കൈകോർത്തത് എന്ന്. അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല, ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ്. ഇത് വികസനം അഴിമതിയും തമ്മിലുള്ള പോരാട്ടമാണ്. നേമത്തെ താമര വിരിയുന്നത് തടയാൻ നോക്കുന്നവർക്ക് ജനങ്ങൾ ബാലറ്റിലൂടെ തക്കതായ മറുപടി നൽകും. ശിവൻകുട്ടിയുടെ പ്രവചനങ്ങളെല്ലാം പഴയതുപോലെ തന്നെ ചവറ്റുകുട്ടയിൽ കിടക്കും. അവിടെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടാൻ പോവുകയാണ് ശിവൻകുട്ടിയെ തന്നെ. നമ്മൾ കണ്ടത് വ്യക്തമായ ഒരു ചിത്രമാണ്. ഒരു വശത്ത് പ്രീണന രാഷ്ട്രീയവും അഴിമതിയും കൈമുതലാക്കിയ ഇടത് വലത് മുന്നണികൾ, അവർ ഒറ്റക്കെട്ടാണ്. മറുവശത്ത് ഭാരതത്തിന്റെ വികസന സ്വപ്നങ്ങളുമായി മുന്നേറുന്ന ദേശീയ പ്രസ്ഥാനം. മന്ത്രി ശിവൻകുട്ടി പറയുന്നത് പോലെ നിയമം പൂട്ടിയതല്ല, മറിച്ച് തുറക്കപ്പെടാൻ പോവുകയാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ. വികസനത്തിലേക്കും സത്യസന്ധമായ രാഷ്ട്രീയത്തിലേക്കും വിശ്വാസ സംരക്ഷണത്തിലേക്കുമുള്ള വലിയൊരു വാതിലാണ് നേമത്ത് RCയിലൂടെ തുറക്കപ്പെടാൻ പോകുന്നത്. ഇരട്ടത്താപ്പുകൾക്ക് ഇനി ആയുസില്ല. ഭാരതം എന്ന വികാരം ഓരോ മലയാളിയുടെയും ഉള്ളിലുണ്ട്. ആ വികാരത്തെ തോൽപ്പിക്കാൻ ഒരു ശിവൻകുട്ടിക്കും കഴിയില്ല. വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ വലിയൊരു മാറ്റമായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ പൊങ്കാലയെ തകർത്ത് ഒരു വശത്ത് ചെന്ന് ഈ SDPIക്ക് കൈകോർത്തുകൊണ്ട് അവരുടെ പെരുന്നാളിൽ പങ്കെടുക്കുന്ന ഈ ശിവൻകുട്ടിയൊക്കെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണമെന്നും നിങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കുക. കാരണം പൊങ്കാലയിൽ അവർ വെള്ളം കൂടി മുട്ടിച്ച് BJP ഉള്ളത് കൊണ്ട് മാത്രമാണ്, VV രാജേഷിന്റെ നേതൃത്വത്തിൽ മാത്രമാണ് പൊങ്കാല ഇത്രത്തോളം വിജയകരമായി മുന്നേറിയത്. ഈ രണ്ട് കൂട്ടരും ഒരു വശത്ത് നിന്ന് ഇത് തകർക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും സാധിച്ചിട്ടില്ല. എന്നാൽ അതേസമയം ഒന്ന് ഓർത്തു നോക്കൂ, അവിടെ കൈകൂപ്പാൻ പോലും മടിച്ചു നിന്ന ഈ ശിവൻകുട്ടിയൊക്കെ ഒരു വശത്ത് ചെന്ന് ദൈവത്തെ പ്രാർത്ഥിക്കാൻ പോലും മടി കാണിച്ച് യുക്തിവാദിയായി ചമഞ്ഞ്, എന്നാൽ ഈ ഇസ്ലാമിസ്റ്റുകളുടെ അടുത്ത് ചെന്ന് അവരുടെ കാല് കഴുകാനും അല്ലെങ്കിൽ അവരുടെ മുന്നിൽ മുട്ടുമടക്കാനും ഒന്നും ഇവർക്ക് യാതൊരു നാണവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഹിന്ദുത്വ വിരുദ്ധ അജണ്ടയാണ് ഈ രണ്ട് കൂട്ടരും ഇവിടെ നടപ്പിലാക്കുന്നത്. എന്തായാലും അതിനെല്ലാം പൊളിച്ചടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെയായിരിക്കും നേമത്ത് നമുക്ക് RCയിലൂടെ കാണാൻ പോകുന്നത്. തീർച്ചയായും നേമത്ത് താമര വിരിയും എന്നതിൽ സംശയമൊന്നുമില്ല. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതിഷേധങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.